ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു സ്ട്രാറ്റജിയെ പറ്റി സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. പ്രധാനമായും നമ്മുടെ ജീവിതത്തിൻ്റെ പാത്വേയിൽ ഒരു സക്സസ് ഉണ്ടാക്കാൻ വേണ്ടി. നമുക്കറിയാം, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. അപേക്ഷ കൊടുക്കുവാനുള്ള അവസാന ഡേറ്റും കഴിഞ്ഞു, കറക്ഷനുള്ള ഡേറ്റുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എക്സാമിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ RRBയുടെ റെയിൽവേയിലെ പോലീസ് കോൺസ്റ്റബിളിൻ്റെയും സബ് ഇൻസ്പെക്ടറിൻ്റെയും എക്സാമിനേഷൻ്റെയും നോട്ടിഫിക്കേഷൻ വന്നു. അതിൻ്റെയും അപേക്ഷകളുടെ പ്രോസസ് അടക്കമുള്ള നടപടികൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനായി തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ ഇനി വരും വർഷങ്ങൾ ഇതിനായിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു മാർഗനിർദ്ദേശം, ഒരു ഗൈഡൻസ്, അത് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എങ്ങനെ വഴി തെറ്റിപ്പോകാതിരിക്കാം, അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. തെറ്റിദ്ധരിക്കേണ്ട, പലപ്പോഴും പരീക്ഷകൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷനുകൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരു തെറ്റായ വഴിയിലായിരിക്കും. അവിടെ നിന്ന് വഴി തിരിഞ്ഞ് നമ്മൾ ശരിയായ മാർഗത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സമയം വളരെയധികം കടന്നുപോയിരിക്കും. ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ക്ലാസ് നൽകുന്നത്. എല്ലാവർക്കും, അതായത് അപേക്ഷിച്ചവരും ഇനി അപേക്ഷിക്കാൻ പോകുന്നവരും ഭാവിയിൽ അപേക്ഷിക്കാൻ പോകുന്നവരും ഈ വീഡിയോ ഒന്ന് മനസ്സിരുത്തി കാണുവാൻ ശ്രദ്ധിക്കുക. വളരെ ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടേതായ രീതിയിലാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് കണ്ടന്റിലേക്ക് പോകാം. SSC എക്സാം, ഇത് SSC എക്സാമിനേഷൻ്റെ മാത്രം പാറ്റേൺ അല്ല. കേരളത്തിൽ നടക്കുന്ന PSC ഉൾപ്പെടെ UPSC ഉൾപ്പെടെ സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന ഏതൊരു എക്സാം ആണെങ്കിലും, ഇവയിൽ ഏത് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ, ഇനിയും സ്കൂൾ ലെവൽ എൻട്രൻസ് എക്സാം ആണെങ്കിൽ പോലും നമുക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ പറഞ്ഞു തരുന്നത്. എക്സാം ക്രാക്ക് ചെയ്ത് ജോലി വാങ്ങുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയുള്ള സ്ട്രാറ്റജി. ഇതിൽ നമ്മൾ നോട്ടിഫൈ ചെയ്തിരിക്കുന്ന SSC എന്നതാണ്. കാരണം വരാൻ പോകുന്ന പരീക്ഷ ആദ്യം വരുന്നത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ ആയതുകൊണ്ട് അതിന് കേവലം ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം സമയം മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിലേക്ക്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 90 ദിവസം കൊണ്ട് പ്രിപ്പയർ ചെയ്ത് ക്രാക്ക് ചെയ്യുവാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു വഴി കാട്ടുക എന്നതാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ വീഡിയോയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ വാട്ട് ടു സ്റ്റഡി, എന്ത് പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, എന്ത് പഠിച്ചാലാണ് ഏതൊരു പരീക്ഷയും ക്രാക്ക് ചെയ്യുന്നത്? അതാണ് ആദ്യത്തെ വിഷയം. നമ്മൾ ഏത് പരീക്ഷ പാസ്സാവണമെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ എന്താണോ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് അത് പഠിച്ചിട്ട് ഈ പരീക്ഷ എഴുതുക എന്നുള്ളതാണ്. അതല്ലാതെ മറ്റെന്തെങ്കിലും പഠിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ആ ക്വസ്റ്റ്യനുകൾക്കൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ ചെയ്യാൻ പറ്റില്ല. ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടി മലയാളം പഠിച്ചിട്ട് പോയാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ ചെയ്യാൻ പറ്റില്ല. അത് തന്നെയാണ് നാം എവിടെയും പഠിക്കേണ്ടത്, വാട്ട് ടു സ്റ്റഡി. അതെന്താണ് എന്ന് ഓരോന്നും നമുക്ക് വരുന്ന അടുത്തടുത്ത ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനിയും വാട്ട് ടു സ്റ്റഡി എന്ന് പറഞ്ഞാൽ അതും അവിടെ കൊണ്ട് ഒതുങ്ങില്ല. എന്ത് പഠിക്കണം എന്ന് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. നമുക്കെല്ലാം വളരെയധികം പഠിക്കാനുണ്ടായിരിക്കും. പക്ഷേ അതിനെ എങ്ങനെ പഠിക്കണം, അതാണ് രണ്ടാമത്തെ പോയിന്റ്, ഹൗ ടു സ്റ്റഡി. വാട്ട് ടു സ്റ്റഡി, ഹൗ ടു സ്റ്റഡി. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ് എന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യണം, വെൻ ഇറ്റ് സ്റ്റാർട്ട്. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, പഠിക്കുന്നത് അവനവനാണ്. ഒന്നുകിൽ ഞാനായിരിക്കും അല്ലെങ്കിൽ നിങ്ങളായിരിക്കും. അപ്പം ഓരോരുത്തർക്കും എന്തുണ്ടാവും, അവരവരുടേതായ ഒരു സ്ട്രെങ്തും വീക്ക്നെസ്സും ഉണ്ടാവും. ഇത് മനസ്സിലാക്കി വേണം ഏതൊരാളും ഏതൊരു പരീക്ഷയും സമീപിക്കേണ്ടത്. അപ്പം ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു ഏരിയയാണ് ഫൈൻഡ് അവർ ഓൺ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. എന്റെയും നിങ്ങളുടെയും ഒക്കെ ചില സ്ട്രെങ്ത് ഉണ്ടാവും, അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ വീക്ക്നെസ്സും ഉണ്ടായിരിക്കും. ഈ 2 സ്ഥലങ്ങൾ, അതായത് നമ്മുടെ വീക്ക്നെസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റെഡ്യൂസ് ചെയ്യണം, നമ്മുടെ സ്ട്രെങ്തിനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യണം. രണ്ടും ബാലൻസ് ചെയ്ത് നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് പോലെയുള്ളൊരു അക്കാഡമിക് ലെവൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബിലീവ് ഇൻ യുവർ സെൽഫ്. അവനവനിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഏതൊരു കാര്യവും നേടിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഏതൊരു കാര്യവും അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമ്മളെ കൊണ്ട്, മനുഷ്യനെ കൊണ്ട്, അവനവനെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഈ ലോകത്തൊന്നും തന്നെ ഇല്ല. അവനവൻ എന്തും നേടിയെടുക്കാനുള്ള ഒരു വലിയ ഓംനിപൊട്ടന്റ് പവർ അവനവനിൽ തന്നെയുണ്ട്. ഈ ഒരു ലക്ഷ്യവും നമ്മൾ എന്ത് ചെയ്യണം, സ്വയം അറിയുക. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു എക്സാമും, SSC എക്സാം മാത്രമല്ല ഏതൊരു എക്സാമും നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓർത്തിരിക്കുക, വാട്ട് ടു സ്റ്റഡി, ഹൗ ടു സ്റ്റഡി, വെൻ യു സ്റ്റാർട്ട്, ഫൈൻഡ് എ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ബിലീവ് ഇൻ യുവർ സെൽഫ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചേക്കുക. അടുത്തതാണ് വാട്ട് ടു സ്റ്റഡി, എന്തു പഠിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തു പഠിക്കണം. പലപ്പോഴും ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും ഉണ്ടാകുന്നൊരു ചോദ്യമാണ്, എവിടെ തുടങ്ങണം, എന്ത് പഠിക്കണം. എന്ത് പഠിച്ചാലും നമുക്ക് എന്ത് പറ്റും, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റും. പക്ഷെ എന്ന് കരുതി നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക്, ടാർഗറ്റിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം, അതിനുവേണ്ടി തന്നെ തയ്യാറാവണം. ഇവിടെ SSC എന്ന് പറയുന്ന ഒരു പരീക്ഷ തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളതെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചേ പറ്റൂ, SSCയുടെ സിലബസിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചേ പറ്റൂ.
അതുകൊണ്ട് തന്നെ ഏതൊരു പരീക്ഷയുടെയും പ്രധാനപ്പെട്ട കീ എന്ന് പറയുന്നത് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ്. നിലവില് പരീക്ഷയുടെ പാറ്റേൺ മാറിയത് കൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ തുടങ്ങണം. പക്ഷെ നേരത്തെ ടാറ്റ കൺസൾട്ടൻസി നടത്തുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ ടാറ്റ മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതിയാമായിരുന്നു. പക്ഷെ ഇപ്പൊ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. പുതിയ ഒരു വെണ്ടർ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സ്റ്റാർട്ട് ഫ്രം ദ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്നുകൂടി മാറ്റണം. ക്വസ്റ്റ്യനിൽ നിന്ന് മാത്രം തുടങ്ങിയാൽ പോരാ, അത് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ മാത്രം പോരാ, മറിച്ച് എന്ത് വേണം? നമുക്ക് ടാറ്റയുടെ മുഴുവൻ ക്വസ്റ്റ്യനും നോക്കണം. അതിന് മുമ്പ് നടത്തിയിരുന്ന എക്സാമുകൾ, അതിൽ ടാറ്റ അല്ലാതെ SSC തന്നെ നിർദ്ദേശിച്ചിരുന്ന ഏജൻസികളായിരുന്നു, അവർ നടത്തിയിരുന്ന ക്വസ്റ്റ്യൻ കൂടി നോക്കണം. ഇനി ടാറ്റ അല്ലാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ മറ്റു പരീക്ഷകൾ നടത്തുന്ന ഏജൻസികൾ ഉണ്ടെങ്കിൽ അവരുടെ കൂടി ക്വസ്റ്റ്യൻ നോക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ക്വസ്റ്റ്യന് വേണ്ടി നടത്തുന്ന സമയം ഒരിക്കലും എന്തല്ല, വേസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ, പ്രത്യേകിച്ചും സിലബസിലുള്ള അല്ലെങ്കിൽ നമ്മുടെ SSC പാറ്റേണിലുള്ള കണ്ടന്റിലുള്ള ചോദ്യങ്ങൾ വരുന്ന മറ്റ് സോഴ്സുകൾ ക്വസ്റ്റ്യൻ പഠിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ നിന്ന് നോക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അഡ്വാൻറ്റേജ് ക്വസ്റ്റ്യന്റെ കീ അല്ലെങ്കിൽ പരീക്ഷയുടെ കീ നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടും എന്നുള്ളതാണ്. അത് നിങ്ങളെ എപ്പോഴും പരീക്ഷയ്ക്ക് എഴുതുവാൻ അല്ലെങ്കിൽ പരീക്ഷയോടുള്ള ഭയം അകറ്റുവാൻ ഏറ്റവും കൂടുതൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. രണ്ടാമത്, പാറ്റേൺ. ഏതൊരു പരീക്ഷയും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന കണ്ടന്റിന്റെ ക്വസ്റ്റ്യനുകൾ വരുന്നത്. അതായത് പാറ്റേൺ, വേ ഓഫ് പാറ്റേൺ, ക്വസ്റ്റ്യൻ അവതരിപ്പിക്കുന്ന, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി. ചിലപ്പോൾ ചില ചോദ്യത്തിൽ നോട്ട്, ഇതിലല്ലാത്തത് ഏത് അല്ലെങ്കിൽ ഇതിൽ ഉള്ളത് ഏത് എന്നൊക്കെയുള്ള ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. നമ്മൾ പഠിച്ചത് പോലും എന്ത് ചെയ്യും, നമുക്ക് ഉപകാരപ്പെടാതെ പോകും. ആ ഒരു അപകടം ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ക്വസ്റ്റ്യന്റെ പാറ്റേൺ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കണം എന്ന് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് ക്വസ്റ്റ്യൻ ആണ് പഠിക്കേണ്ടത്. ആ ക്വസ്റ്റ്യനിൽ തന്നെ എന്ത് ചോദിക്കുന്നു എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്, ആ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കുന്നു എന്ന് മനസ്സിലാക്കണം. മൂന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്ത് പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതിൽ നമുക്ക് വേണ്ടത് മാത്രം പഠിക്കുക. നമുക്ക് വേണ്ടത് മാത്രം. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് കണ്ടന്റ് ഉണ്ടാവും, അത് റിപ്പീറ്റ് ചെയ്ത് തന്നെ ചോദിക്കാം. അതുകൊണ്ട് അത് പഠിക്കുക. ഇനിയും വളരെ എക്സംഷണൽ ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടാവും, അത് പഠിക്കുവാൻ വേണ്ടി നമുക്ക് ഒരുപക്ഷെ ധാരാളം ബുക്കുകൾ റെഫർ ചെയ്യണം, ധാരാളം വെബ്സൈറ്റുകളിൽ പോകേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള കണ്ടന്റിന് വേണ്ടി എന്ത് ചെയ്യരുത്? സമയം ചെലവഴിക്കരുത്. എപ്പോഴും കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള, എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങൾ കൂടുതൽ സ്ട്രെസ് കൊടുത്തുകൊണ്ട് ആ ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക. സമയമുണ്ടെങ്കിൽ മാത്രം റയറസ്റ്റ് ഓഫ് ദ റയർ കേസുകളിൽ ചോദിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുക. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് എഴുതുന്ന എല്ലാവരും ആ ക്വസ്റ്റ്യൻ എഴുതും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അവിടെ നമ്മളത് എഴുതാതെ മറ്റുള്ളവർ എഴുതുന്ന ക്വസ്റ്റ്യൻ എഴുതുകയും കോമൺ ആയിട്ട് എഴുതുന്ന ചോദ്യങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യുകയും ചെയ്താൽ എന്ത് പറ്റും? അവിടെ നമ്മുടെ മാർക്ക് കട്ട് ഓഫിലും താഴെയാവുകയും നമ്മൾ പുറത്തു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് എഴുതുന്ന എല്ലാവരും എഴുതുന്ന ക്വസ്റ്റ്യനുകൾക്ക് നമ്മൾ ആൻസർ ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് വരുന്നിട്ടുള്ള എല്ലാ പാറ്റേണുള്ള ക്വസ്റ്റ്യനുകൾ നോക്കുക. നമുക്ക് ഇറലവന്റ് എന്ന് തോന്നുന്ന സാധനങ്ങൾ ഒഴിവാക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സമയം ലാഭിക്കാനും സമയബന്ധിതമായിട്ട് നമുക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുമുള്ളൊരു വഴി തുറന്നു കിട്ടും എന്നുള്ളതാണ്. മൂന്നാമത്താണ്, എല്ലാവരും ചെയ്യുന്നൊരു മണ്ടത്തരമാണ് മെറ്റീരിയലുകൾ. അമിതമായിട്ട് മെറ്റീരിയൽ വാരിക്കൂട്ടും. മെറ്റീരിയലിന്റെ അളവ് എത്രത്തോളം കുറയ്ക്കുന്നോ അത്രത്തോളം നല്ലത്. കാരണം നമുക്ക് പഠിക്കുവാനുള്ളത് മാത്രം മെറ്റീരിയൽ കരുതുക. ആ മെറ്റീരിയൽ കംപ്ലീറ്റ് ആയി പഠിക്കുക. പഠിച്ച ശേഷം ആ മെറ്റീരിയൽ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. അനാവശ്യമായിട്ട് മെറ്റീരിയൽ വാരി കൂട്ടി എന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല, നിങ്ങൾക്കൊരു നല്ല റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. മറിച്ച് നിങ്ങൾക്ക് ഈ മെറ്റീരിയലുകളുടെ ഓവർലോഡ് കൊണ്ട് നിങ്ങൾ തന്നെ മടിച്ച് പഠനം നിർത്തും എന്നതല്ലാതെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. ഇപ്പൊ മാത്സും റീസണിങ്ങും പഠിക്കുവാൻ ഏതെങ്കിലും ഒരു ഓതറിന്റെ ഒരു ബുക്ക് മതിയാവും. പിന്നീട് നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താൽ മതി. 10-15 ബുക്ക് മേടിച്ച് വെച്ചതുകൊണ്ട് എന്തില്ല, പ്രയോജനമില്ല. നിങ്ങൾ ക്വസ്റ്റ്യനുകൾ വേണമെങ്കിൽ ചെയ്ത് നോക്കുക. അനാവശ്യമായിട്ട് ബുക്കുകൾ വാരി കൂട്ടുന്നതുകൊണ്ട് ഒരു കാര്യമല്ല. ഇനി GS പഠിക്കാൻ വേണ്ടി NCERT ഓതേഴ്സിന്റെ ബുക്ക്, പല സബ്ജക്റ്റിനും ഡിഫറെന്റ് ഓതേഴ്സ്, അതിന്റെ ഒന്നും ആവശ്യം നിലവില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ആൻസർ ചെയ്യുവാൻ വേണ്ടുന്ന സോഴ്സ് ആണ്. അതിന് അമിതമായ ബുക്ക് വായിക്കുന്നുണ്ടോ, അമിതമായി കണ്ടന്റുകൾ വാരി കൂട്ടുന്നുണ്ടോ കാര്യമില്ല. മറിച്ച് വളരെ പ്രിസൈസ് ആയിട്ട് കണ്ടന്റുകൾ അക്യുമുലേറ്റ് ചെയ്യുകയും അത് പഠിക്കുകയും ചെയ്യുക. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പഠിക്കുവാനുള്ള അല്ലെങ്കിൽ എന്ത് പഠിക്കണം എന്നുള്ളൊരു ധാരണ കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റിവിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളെങ്കിലും അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. കാരണം കോമൺ ആയിട്ട് ചോദിക്കുന്ന വളരെ
കോമൺ കുറച്ച് ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും. നമ്മൾ കൃത്യമായി റിവൈസ് ചെയ്തില്ലെങ്കിൽ പലപ്പോഴും ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയും അത് നമുക്ക് തെറ്റിപ്പോവുകയും ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞുവല്ലോ, കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന, എല്ലാവർക്കും വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു സംഗതി നമ്മൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവോയ്ഡ് ചെയ്യുവാൻ പാടില്ല. ഓക്കെ, അടുത്തതാണ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. ഏറെക്കുറെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വരുന്ന സംഗതികൾ തന്നെയാണ് എങ്ങനെ പഠിക്കണം. നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു പ്രോപ്പർ വേയിൽ നിങ്ങൾക്ക് ഇതെല്ലാം അഗ്രഗേറ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ ആദ്യമായിട്ടുണ്ടാവേണ്ടത് ഒരു സ്റ്റഡി പ്ലാൻ ആണ്. ഇനി വരാൻ പോകുന്ന പരീക്ഷ വളരെ കുറച്ച് സമയമുള്ളത് കൊണ്ട് ഒരു 3 മുതൽ 4 മാസത്തേക്കുള്ളൊരു സ്റ്റഡി പ്ലാൻ തൽക്കാലം നിങ്ങൾ ഉണ്ടാക്കുക. ഇനി ഇത്തവണത്തെ പരീക്ഷ എഴുതുന്നില്ല, മറിച്ച് CGL അടുത്ത വർഷത്തെ പരീക്ഷ എഴുതുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഏതാണ്ട് എന്ത് കിട്ടുന്നു, ഏതാണ്ട് ഒരു 10 മാസം മുതൽ 12 മാസം വരെ സമയം കിട്ടുന്നു. അപ്പോൾ ഒരു ലോങ് ടൈം പ്ലാൻ ഉണ്ടാക്കുക. ഡിപ്പെൻഡ് അപ്പോൺ യു. നിങ്ങളുടേതായ രീതിയിലൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വേണം നിങ്ങൾ ഈ പരീക്ഷയെ അപ്രോച്ച് ചെയ്യാൻ. ഈ പരീക്ഷ എന്നല്ല, ലോകത്തിൽ ഏത് എക്സാം എഴുതുന്നുണ്ടെങ്കിലും എന്ത് വേണം, ആ ഒരു രീതിയിൽ വേണം. ഇന്ത്യൻ സിവിൽ സർവീസ് ആണെങ്കിലും, UN സിവിൽ സർവീസ് ആണെങ്കിലും, കേരള സ്റ്റേറ്റ് PSC ആണെങ്കിലും, KAS ആണെങ്കിലും, LDC ആണെങ്കിലും, ഇനി ഇന്ത്യയിൽ ഏത് നടക്കുന്ന പരീക്ഷയാണെങ്കിലും ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുക, ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. ഈ സ്റ്റഡി പ്ലാൻ ഒരു ബാലൻസ്ഡ് ആയിരിക്കണം. അതായത് സിലബസ് ബേസ്ഡ് ആയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് അതാണ്, സിലബസ് ബേസ്ഡ് ആയിരിക്കണം. സിലബസ് ബേസ്ഡ് പ്ലാനിൽ നമ്മൾ പോയാലത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, സിലബസ് ബേസ്ഡ് പ്ലാനിൽ പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പഠിച്ചാൽ മതിയാവും. അതായത് നമ്മളൊരു വഴിയിലേക്ക് പോകുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം മെറ്റീരിയൽ, ധാരാളം ബുക്കുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണും. ഇവയൊക്കെ നമ്മളെ ടെമിറ്റേറ്റ് ചെയ്യും. ഇതിവയ്ക്കൊക്കെ വേണ്ടി നമ്മൾ കളയുന്ന സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റെന്തെങ്കിലും ഇമ്പോർട്ടന്റ് ടോപ്പിക്ക് പഠിക്കേണ്ടുന്ന സമയമായിരിക്കും. അപ്പൊ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് ഈ ടൈം. ഈ ടൈം സ്പോയിൽ ചെയ്ത് കളയുന്നതിൽ ഈ ഒരു കണ്ടന്റുകൾക്ക് വലിയ റോളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രോപ്പർ പാറ്റേൺ ഉണ്ടാക്കി, സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കി, ആ സിലബസിൽ തന്നെ മെറിറ്റ് കൊടുത്ത്, അതായത് മോർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റിന് ആദ്യം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. ഈ സ്റ്റഡി പ്ലാൻ വെച്ചുകൊണ്ട് മാത്രമായിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത്. ഈ പ്രിപ്പയർ ചെയ്തു പോകുന്ന കണ്ടന്റ് എന്തുണ്ടാവും, റെഗുലർ പ്രാക്ടീസ് കൂടി നിങ്ങൾ ചെയ്യുക. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇൻഫർമേഷന് വേണ്ടി, നോളജ് ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു എക്സാം അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോളജ് ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രോസസ് അല്ല, മറിച്ച് നമുക്ക് പരീക്ഷയ്ക്ക് റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇത് നമുക്ക് എന്തുണ്ടാവണം, പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ഈ ഒരു പഠന പാറ്റേൺ തുടങ്ങുമ്പോൾ തന്നെ 2-3 മാസം സ്റ്റഡി പ്ലാൻ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ എന്തുണ്ടാവുക, നമ്മൾ റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടാകുക. അതിന് ഓൺലൈൻ ആപ്പുകളുണ്ട്, അത് പേയ്മെന്റ് ഉള്ളതും ഫ്രീ ഓഫ് കോസ്റ്റും നമ്മളുടേതും ഒക്കെ ഒത്തിരി ആപ്പുകളുണ്ട്. ഇവയിൽ ഏതെങ്കിലും ഒരു ആപ്പ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് യൂസ് ചെയ്യുകയോ ചെയ്യുക. ഇനി ഇതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ ഡിജിറ്റൽ ക്വസ്റ്റ്യനുകളോ അല്ലെങ്കിൽ PDF ക്വസ്റ്റ്യനുകളോ പേപ്പറിൽ ബബിൾ ഷീറ്റുകൾ ധാരാളം അവൈലബിൾ ആണ്. അതിൽ ധാരാളം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എൻഡ് ഓഫ് ദ ടൈമിൽ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡിജിറ്റൽ മീഡിയത്തെ അപ്രോച്ച് ചെയ്യുക. കാരണം നിങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് ഈ എക്സാം എഴുതുന്നത്. അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ അതിനോട് എന്ത് ചെയ്യുക, ഒരു താതാത്മ്യം പ്രാപിക്കണം, അല്ലെങ്കിൽ അതിനോടൊരു ഒരു യൂട്ടിലൈസ്ഡ് ആയിട്ട് മാറണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാക്ടീസ് എന്ന് പറയുന്നത് റെഗുലർ ആക്കുക. ഈ ലാസ്റ്റ് ടൈമിൽ എക്സാമിനേഷനൊക്കെ അടുക്കുന്ന സമയത്ത് പഠിക്കുക എന്ന് പറയുന്ന ഒരു പാറ്റേൺ കംപ്ലീറ്റ്ലി അങ്ങ് അവോയ്ഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം റിഗ്രസ്ലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. റിഗ്രസ് പ്രാക്ടീസ് നിങ്ങൾക്ക് ഒരു വലിയ പോസിറ്റീവ് സ്പിരിറ്റ് തരും, നിങ്ങൾക്ക് വലിയ സ്കോർ ഉണ്ടാക്കാനും ഇതുണ്ടാകും. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കൺസിസ്റ്റൻസി. നമുക്ക് പലപ്പോഴും ഇല്ലാത്തൊരു കാര്യമാണ്. 3 മാസത്തെ പ്ലാൻ ഉണ്ടാക്കിയാൽ 1ാമത്തെ ദിവസം മുതൽ അവസാനത്തെ ദിവസം വരെയും നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് 8 മണിക്കൂറൊന്നും പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ 2 മണിക്കൂറത്തെ പ്ലാൻ ഉണ്ടാക്കുക. പക്ഷേ ഈ 2 മണിക്കൂർ എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ആയിക്കോട്ടെ, അല്ലാത്ത ഒരു ദിവസങ്ങളിൽ എന്ത് ചെയ്യരുത്, ഇത് സ്കിപ്പ് ആകാതിരിക്കാൻ നോക്കുക. അല്ലാതെ നിങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ ഒരു 8 ദിവസത്തെയോ 8 മണിക്കൂറത്തെയോ 10 മണിക്കൂറത്തെയോ പ്ലാൻ ഉണ്ടാക്കുന്നു. അതിനുശേഷം അത് ഓരോ ദിവസം കഴിയുമ്പോഴും ഇത് കുറഞ്ഞു വരുന്നു. പിന്നെ അവസാന സമയങ്ങളിൽ പഠനമേ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. ഇങ്ങനെ ഒരു പാറ്റേൺ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു പരീക്ഷയും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അത് തുറന്നങ്ങ് പറയുകയാണ്, നിങ്ങൾക്ക് ഒരിക്കലും ഒരു പരീക്ഷയും ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതേ സമയത്ത് സ്റ്റഡി ആയിട്ടൊരു 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ അല്ലെങ്കിൽ സമയം സ്പ്ലിറ്റ് ചെയ്തോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ടൈം കണ്ടെത്തി പഠിക്കുകയാണ്. അത് റെഗുലർ ആയിട്ട് എൻഡ് ഓഫ് ദ ടൈം വരെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തുണ്ടാവും, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. 100% നിങ്ങൾക്ക് ഒരു പ്ലേസ്മെന്റ് കിട്ടുന്ന ഒരു റാങ്കിലേക്ക് തന്നെ നിങ്ങൾ എത്തുന്നതായിരിക്കും. ഇനി 3ാമത്തെ കാര്യം, നിങ്ങൾ ഡീപ്പായിട്ട് പഠിക്കുന്ന സമയം, ഇപ്പം എക്സാമിൻ്റെയൊക്കെ അവസാന സമയങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ എന്തുണ്ടാവും, നിങ്ങൾ റെഗുലറായിട്ട് ചിലപ്പോൾ പഠിക്കും, ചിലർ പഠിച്ചില്ലെന്നിരിക്കും. കോമൺ കേസിൽ പഠിക്കാറുണ്ട്. അതായത് പ്രിപ്പറേഷൻ 10 മണിക്കൂറൊക്കെ നീണ്ടു പോകുന്ന അവസ്ഥകളുണ്ടാവും. ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ ബ്രേക്ക് എടുക്കുക.
എപ്പോഴും പഠനത്തിൽ ബ്രേക്ക് എടുക്കുക, നിങ്ങളുടെ ചിന്തകൾ മറ്റു പല കാര്യങ്ങളിലേക്കും കൊണ്ടുപോവുക. ഒപ്പം തന്നെ എക്സാം മാത്രം മനസ്സിലിട്ടുകൊണ്ടിരിക്കരുത്. ഇനി ബ്രേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒന്നും ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിച്ചാൽ അത് നിങ്ങളുടെ മനസ്സിൽ പ്ലഷറൊക്കെ തരും, പക്ഷേ നിങ്ങളുടെ സമയത്തെ കവർന്നെടുക്കും. നമ്മളൊരു 10 മിനിറ്റത്തെ 15 മിനിറ്റത്തെ ബ്രേക്കാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ FBയിലോ ഇൻസ്റ്റയിലോ ഒക്കെയാണ് നമ്മൾ കയറുന്നതെങ്കിൽ ഈ ഒരു 15 മിനിറ്റ് എന്നുള്ള ചിലപ്പോൾ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ആയി പോകും. നമുക്ക് പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. ആ ഒരു ഇൻസിഡന്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. മറ്റേതെങ്കിലും തരത്തിലുള്ള ലെക്ചറിലേക്ക് നിങ്ങൾ മാറാൻ ശ്രമിക്കുക. ഓക്കെ, ഇതാണ് ഹൗ ടു സ്റ്റഡി എന്ന് പറയുന്നൊരു പ്ലാനിൽ അല്ലെങ്കിൽ ഹൗ ടു സ്റ്റഡി എന്ന് പറയുന്ന ഒരു മെത്തേഡിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു സജഷൻ. ഇനിയും എന്ന് സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ ഒരു ടൈം ഇല്ല. എന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് നിങ്ങളോട് ഞാൻ പറയില്ല. നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അതായത് SSC എന്ന് പറയുന്ന പരീക്ഷയാണെങ്കിലും RRB എന്ന് പറയുന്ന ഒരു പരീക്ഷയാണെങ്കിലും PSC എന്ന് പറയുന്ന ഒരു പരീക്ഷയാണ്, UPSC എന്ന് പറയുന്ന പരീക്ഷയാണ്, ഇവർ പറയുന്ന ടൈം ബീങ്ങിനകത്താണ് നിങ്ങളുടെ ഏജ് ബൗണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തോന്നി ഇപ്പൊ പ്രിപ്പയർ ചെയ്യണം എന്ന് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്തോളുക, നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുക. അത് ഇപ്പൊ 21-കാരനാണെങ്കിലും 28-കാരനാണെങ്കിലും എന്ത് ചെയ്യുക, ആ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി തുടങ്ങുക. ഇതിനുവേണ്ടി എന്ത് ചെയ്യുക, ഒരു 3 മുതൽ 12 മാസത്തെ എഫർട്ട് ഇടുക. SSCക്കും RRBക്കും ഒക്കെ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് നല്ല IQ നല്ല എഫർട്ട് ഇടാനും വില്ലിംഗ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം 3 മാസം കൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനിയും ഇച്ചിരി എഫർട്ട് ഇട്ട് ടൈം എടുത്തൊക്കെ ഉള്ള ആൾ മതിയെങ്കിൽ 10 മുതൽ 12 മാസമൊക്കെ മതിയാവും ഇതിൻ്റെ അകത്തുള്ള കണ്ടന്റുകളൊക്കെ ക്ലിയർ ആയിട്ടൊരു റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ. അപ്പോൾ ഉറപ്പായിട്ടും എന്ത് പറ്റും, ഈ ഒരു റിസൾട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനിയും ഇവിടെ ടൈം എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോക്കസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. നിങ്ങൾ കൂടുതലായിട്ട് ഒരു പരീക്ഷയ്ക്ക് ഫോക്കസ് ചെയ്താൽ നിങ്ങളുടെ റിസൾട്ടും വളരെ പെട്ടെന്ന് കിട്ടും. ഇതൊരു PSC പോലത്തെ പരീക്ഷയൊന്നുമല്ല, എല്ലാ വർഷവും റെഗുലറായിട്ട് നടത്തുന്ന എക്സാമാണ് SSC എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു, നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് ഇതിൽ ജനറേറ്റ് ചെയ്തു വരുന്നു എന്നുള്ളതാണ് പൊതുവെ കണ്ടുവരുന്ന ഒരു ട്രെൻഡ്. അപ്പോൾ ഓർത്തിരിക്കുക, ഇതാണ് ഇതിന്റെ ടൈം ബൗണ്ട് എന്ന് പറഞ്ഞാൽ. പിന്നെ പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്, ഡിഗ്രി കഴിഞ്ഞിട്ട് കോളേജ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രി ഉള്ളവരാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് SSCയുടെ പ്രിപ്പറേഷൻ തുടങ്ങുന്നത് നല്ലൊരു കാര്യമാണ്. പെട്ടെന്ന് തന്നെ പബ്ലിക് സെക്ടർ കരിയറിലേക്ക് പോകും. ഇനി ഡിഗ്രിക്ക് പോകാതെ യൂണിഫോംഡ് ഫോഴ്സസ് അതായത് പോലീസ് പോലുള്ള സർവീസിലേക്കാണ് കയറുന്നതെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്നവരോ +2 കഴിഞ്ഞ് നിൽക്കുന്നവരോ ഒക്കെ എന്ത് ചെയ്യുക, ഈ ഒരു മേഖലയിലേക്ക് വരിക. നിങ്ങൾ എഫേർട്ട് ഇടുക, എഫേർട്ട് ഇട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് IT ഉള്ളവരാണെങ്കിൽ റെയിൽവേയുടെ ഒക്കെ ടെക്നിക്കൽ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ സമയത്ത് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അതുകൊണ്ട് ടൈം എന്ന് പറഞ്ഞത് ഡിപ്പെൻഡ് അപ്പോൺ യു ആണ്. നിങ്ങൾ എപ്പോൾ വില്ലിംഗ് ആണോ അപ്പോൾ മുതൽ ചെയ്യുക. ഒപ്പം തന്നെ ഈ ഒരു ഏജൻസി പറയുന്ന ഏജ് ബാറൂടെ നോക്കുക. ഇത്ര പ്രായം മുതൽ ഇത്ര പ്രായത്തിനകത്താണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ട്രൈ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്. ഇനിയും സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ചിലർക്ക് ഇംഗ്ലീഷ് വളരെ എളുപ്പമായിരിക്കും, അപ്പോൾ അതെന്ത് ചെയ്യുക, ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക, റിവൈസ് ചെയ്യുക മാത്രം ചെയ്യുക. അതായത് അതിനുവേണ്ടി റിവിഷൻ മാത്രം ചെയ്യുക, അമിതം പഠിക്കാതിരിക്കുക. ബാക്കി സബ്ജക്റ്റ് ആ ഒരു ലെവലിലേക്കാക്കി ഒരു ലെവൽ പ്ലേയിങ് ആക്കി മാറ്റുക. ഇനി നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ലെവലായിരിക്കും ഓരോ സബ്ജക്റ്റ്, ആ ഒരു രീതിയിലേക്ക് മാറ്റുക. ഇനിയും അല്ലാത്ത ചില സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. കുറേ അധികം നേരം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന വീക്ക്നെസ് ഉണ്ടായിരിക്കും. കുറേ നേരം ഇരുന്ന് നിങ്ങൾക്ക് ഫോക്കസ് കിട്ടും എന്നുള്ള സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. അങ്ങനെ ഡിഫറെന്റ് ക്രൈറ്റീരിയയിലുള്ള സ്ട്രെങ്തുകൾ നിങ്ങൾക്കുണ്ടായിരിക്കും. അത് ഓരോന്നും എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ ഫൈൻഡ് ചെയ്യുക. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഓരോന്നോരോന്നായിട്ട് മനസ്സിലാവും. വായിക്കുമ്പോൾ ഇൻഫർ ചെയ്തെടുക്കുന്നതിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ ഫോക്കസ് ചെയ്യുന്നു, ഒരു കാര്യത്തിലേക്ക് പെട്ടെന്ന് എനിക്ക് കണ്ടെത്താൻ പറ്റുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ അതിന്റെ റീസണിങ്ങിന്റെ കണ്ടന്റുകൾ കിട്ടുന്നു. അതൊക്കെ ഓരോരുത്തർക്ക് ജനറ്റിക് ആയിട്ട് കിട്ടുന്ന ചില ബെനിഫിറ്റ് ആണ്. അപ്പം ആ ബെനിഫിറ്റുകൾ യൂസ് ചെയ്യുക. ഇനി ചില കാര്യങ്ങൾക്ക് അതിന് പിന്നോക്കമായിരിക്കും. അപ്പം അതിന് എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ കൂടുതൽ ആ മേഖലയിൽ എഫേർട്ട് ഇടേണ്ടി വരും. നിങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റഡി പ്ലാനുകളിൽ നിങ്ങളുടെ ആ ഒരു പാറ്റേൺ അനുസരിച്ച് വേണം ചെയ്യാൻ. ആദ്യമേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറഞ്ഞ അതിനാണ്. നിങ്ങൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലാവും. അപ്പൊ നിങ്ങളുടെ സ്ട്രെങ്ത് എവിടെയാണെന്നും നിങ്ങളുടെ വീക്ക്നെസ് എവിടെയാണെന്നും മനസ്സിലാവുകയും ആ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോകാനും പറ്റും. അത് ഓർത്തിരിക്കുക. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ആ ഒരു രീതിയിൽ വേണം പ്ലാൻ ചെയ്യാൻ. നിങ്ങൾ ക്വസ്റ്റ്യൻ എന്ന കീ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ ശക്തി എവിടെയാണ്, എന്റെ ദൗർബല്യം എവിടെയാണ്. അപ്പൊ ദൗർബല്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ എഫർട്ട് ഇട്ട് ആ ശക്തിക്ക് സമാനമായ അവസ്ഥയിലേക്ക് എത്തിക്കുക. എന്നാൽ ആ ശക്തിയെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയും ചെയ്യരുത്. കാരണം എല്ലാം അറിയാമെന്ന് പറഞ്ഞിരുന്നാൽ അത് നമ്മളെ പരീക്ഷാ സമയത്ത് തകർക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുക. ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ മത്സര പരീക്ഷകളിലേക്ക് വരുന്ന പലർക്കും തെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ വഴി തെറ്റിപ്പോകുന്ന ഒരു മേഖലയാണ്. പിന്നീട് അവർ മറ്റ് പല മേഖലകളിലേക്കും തിരിഞ്ഞു പോകാറുണ്ട്. അവർക്ക് റിസൾട്ട് ഉണ്ടാക്കാനും പറ്റില്ല. പക്ഷെ അവർ വളരെ വലിയ ജീനിയസ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് പൊതുവെ ഇത് പറ്റുന്നത്. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ ജോലിക്ക് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അല്ലേ, അല്ലാതെ സബ്ജക്ട് എക്സ്പെർട്ട് ആവാൻ വേണ്ടിയല്ല അല്ലേ. നമ്മളുടെ സബ്ജക്ട് എക്സ്പെർട്ട് ആവാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത് എന്നുള്ളൊരു ബോധം വേണം. ആ ഒരു ബോധത്തിൽ വേണം നമ്മൾ പരീക്ഷയെ അപ്രോച്ച് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ചിലർക്ക് മാത്തമാറ്റിക്സ് വളരെ ഇഷ്ടമായിരിക്കും, ചിലർക്ക് റീസണിങ് വളരെ ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഇംഗ്ലീഷ് വളരെ ഇഷ്ടമായിരിക്കും. അപ്പൊ ഇത്തരം സബ്ജക്റ്റുകളോടൊക്കെ ഫാസിനേറ്റഡ് ആയി കഴിഞ്ഞാൽ ചിലർ എന്ത് ചെയ്യും, ഇതിൽ അമിതമായിട്ടുള്ള സമയങ്ങളെയും ബാക്കിയുള്ള സബ്ജക്റ്റുകളെ ശ്രദ്ധിക്കാതെ വിടുകയും ചെയ്യും. ലാസ്റ്റിൽ റിസൾട്ട് വരുമ്പോൾ എന്ത് പറ്റും, ആ ഒരു 25 മാർക്ക് 50 മാർക്കിൽ അവർക്ക് നല്ല മാർക്ക് ഉണ്ടാവും, ബാക്കിയുള്ളതിലൊക്കെ അവർ പിന്നോട്ട് പോകും. പിന്നീട് അവർ ആ സബ്ജക്റ്റിൽ തന്നെ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകും. അവർക്കൊരു റിക്കവറി ഉണ്ടാവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ലാസ്റ്റിൽ എന്ത് പറ്റും, ഈ ഒരു ഫീൽഡിൽ നിന്ന് ഔട്ടായിട്ട് ഈ ഒരു മാത്സിന്റെ ഒക്കെ സെക്ഷനിലോട്ടൊക്കെ അവർ ഒന്നെങ്കിൽ ക്ലാസ് എടുത്തോ അല്ലാതെയൊക്കെയോ മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയാൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ അക്കാഡമിക്സിൽ നിങ്ങൾക്കൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഓർത്തിരിക്കുക, നമ്മൾ ഈ പരീക്ഷയിൽ ജാക്ക് ഓഫ് ഓൾ ആണ്, അല്ലാതെ മാസ്റ്റർ ഓഫ് നത്തിങ് അല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും എന്ത് ചെയ്യുക, ഈ ബാലൻസ്ഡ് ആയിരിക്കണം. ഏത് പരീക്ഷയ്ക്ക് സിലബസിലുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും ഓവറോൾ ഒരു ജ്ഞാനം ഉണ്ടാവുക, പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യുക. നമുക്ക് ആരെയും പഠിപ്പിക്കുക എന്നൊരു ഉദ്ദേശമൊന്നും ഇവിടെ ഇല്ല. നമുക്ക് ഈസിലി എന്ത് ചെയ്യുക, നമുക്ക് ക്രാക്ക് ചെയ്യുക, റിസൾട്ട് ഉണ്ടാക്കുക എന്നത് മാത്രമാണ്. ഈ ഒരു വിഷൻ, ഈ ഒരു ഫോക്കസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, വരാൻ പോകുന്ന വർഷങ്ങളിലെ എല്ലാ പരീക്ഷകളും നിങ്ങൾക്ക് നിസ്സാരമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എത്രയും പെട്ടെന്ന് വരുന്ന പരീക്ഷകളൊക്കെ ക്രാക്ക് ചെയ്ത് ഒരു ഗവൺമെന്റ് ജോലി തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഗുഡ് ബൈ.